ശരിയായിട്ട് സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലും ലേഖന ഭാഗത്തിലും നമ്മൾ വായിച്ചു കേട്ടത് കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തെ കുറിച്ചുള്ള വിവരണങ്ങളാണ്. ഇന്നത്തെ രണ്ടു വായനകളിലും ലേഖന ഭാഗത്തില് പത്രോസ്ലിഹ ആയാലും അല്ലെങ്കിൽ സുവിശേഷ ഭാഗത്തിലെ ഈശോ ആയാലും നമ്മളോട് പറയുകയാണ്, കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം കള്ളനെ പോലെ വരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു മണിക്കൂറിൽ അത് വരും. ആ സമയത്ത് നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം, അല്ലെ, കൃത്യമായിട്ട് ഒരുങ്ങിയിരിക്കുന്നവരെ പോലെ ആയിരിക്കണം. ഈശോ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ പറയുന്നുണ്ട്, അത് കാവൽക്കാർക്ക് ഒരു കൽപ്പനയും ചുമതലയും കൊടുത്ത് പോകുന്ന യജമാനൻ തുല്യനാണ് ഈശോ. ആ യജമാനൻ എപ്പോ തിരിച്ചു വരുമ്പോഴായാലും ഈ കാവൽക്കാരൻ അല്ലെങ്കിൽ ആർക്കാണോ ഈ ജോലി കൊടുത്തത് അവൻ ഈ യജമാനൻ കൊടുത്ത അതേ ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കാണുന്നവൻ ഭാഗ്യവാൻ എന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്. ലേഖനഭാഗത്തിലാകട്ടെ പത്രോസ്ലിഹ പറയുകയാണ്, ആ ദിവസം പെട്ടെന്ന് ആഗതമാകും, ഭൂമിയും അതിലെ മൂലപദാർത്ഥങ്ങളെല്ലാം എരിഞ്ഞ് ചാമ്പലാകും, ഭൂമിയൊക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. എന്നിട്ട് പത്രോസ്ലിഹ പറയുകയാണ്, ആയതിനാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതില് നിങ്ങൾ അത്രമാത്രം ഉത്സുകരായിരിക്കണം എന്ന് പറയുകയാണ്. രണ്ട് കാര്യങ്ങളാണ് പത്രോസ്ലിഹ പറയുന്നത്. വിശുദ്ധി പാലിക്കണം, ദൈവഭക്തിയിൽ നമ്മൾ ജീവിക്കും. നമ്മളുടെ ഇന്നത്തെ വചനഭാഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ കർത്താവിന്റെ ദിനത്തിന് വേണ്ടി എങ്ങനെ ഒരുങ്ങാം എന്ന് നമ്മൾ ചിന്തിക്കണം. അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം ഇന്നത്തെ ലേഖനഭാഗത്തില് പത്രോസ്ലിഹ പറയുന്നുണ്ട്. ദൈവഭക്തിയോടും ദൈവഭയത്തോടും കൂടി, അല്ലെങ്കിൽ വിശുദ്ധിയോടും ദൈവഭയത്തോടും കൂടി ദൈവഭക്തിയോടും കൂടിയിട്ട് നിങ്ങൾ ഒരുങ്ങണം എന്ന് ഇന്നത്തെ ലേഖനഭാഗത്തിലുള്ള പത്രോസ്ലിഹ നമ്മളോട് പറയുകയാണ്. ഈ രണ്ട് പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധിയും ദൈവഭക്തിയിലും വളർന്നു വരാനായിട്ട് നമുക്ക് കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.